ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ കീരിയും പാമ്പും പോലെ നിന്ന അനീഷും ആദിലയും ഇപ്പോൾ ജയിലിനകത്ത് അടയും ചക്കരയും പോലെയാണ് കഴിയുന്നത്. ഒരു പക്ഷേ ഇവരെ രണ്ടുപേരെയും ജയിലിൽ അയച്ചതുകൊണ്ട് അവർ തമ്മിലുള്ള ആ പ്രശ്നങ്ങളെല്ലാം അങ്ങോട്ട് സോൾവ് ആയി. ഇപ്പോൾ അനീഷ് പണ്ട് ഗൾഫിൽ പോയ കഥയും അതുപോലെ തന്നെ അനീഷിന്റെ പഴയ കാര്യങ്ങളെല്ലാം അവിടെ അതിലേക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചോദിക്കും, ചേട്ടന് ഗൾഫിൽ പോയപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ പറ്റിയോ, എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്നെല്ലാം അവിടെ അനീഷ് പറയും. എന്തായാലും ഇതുപോലെയൊക്കെ പോയാൽ, അതായത് വെറുതെ പോയി ചൊറിയാതെ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ പാതി വഴിയിൽ ബിഗ് ബോസ് എന്ന സ്വപ്നം തകർന്നു പോകും. അങ്ങനെ പിന്നീട് അനീഷ് പറയുന്നുണ്ട്, എനിക്ക് മൂക്കടഞ്ഞ് ജലദോഷം പിടിച്ചു, ഞാൻ കരഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ആദില പറയും, കരഞ്ഞിട്ടോ, നമ്മൾ കണ്ണും കണ്ടു നോക്കിയിട്ട് വെള്ളം വരുത്തിച്ചതല്ലേ. അനീഷും ആദിലയും ജയിലിനകത്ത് കണ്ണും കണ്ടു നോക്കി കണ്ണുനീരെല്ലാം വരുത്തിച്ചത് കൊണ്ട് അനീഷിന് ഇപ്പോൾ ജലദോഷം പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അനീഷും ആദിലയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തു, വളരെ സൗഹൃദപരമായിട്ട്. അതും ഒരു ചേട്ടനും അനിയത്തിയും പോലെയാണ് അനീഷും ആദിലയും ഇപ്പോൾ ജയിലിനകത്ത് കഴിയുന്നത്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവരുടെ ഒരു പ്രശ്നം സോൾവ് ആയതിൽ അവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഷാനവാസാണ്. ഇന്നലെ തൊട്ട് ഇവരുടെ ഒരു പ്രശ്നം ഷാനവാസ് അവിടെ സോൾവ് ആക്കാൻ നോക്കുന്നുണ്ട്. എന്തായാലും അവര് തന്നെ ഈ ഒരു പ്രശ്നം സോൾവ് ആക്കി. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.